പ്രിയ വിദ്യാർത്ഥികളെ, സ്വാഗതം ഒരിക്കൽ കൂടി. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പേപ്പറുണ്ട്, ഇമോഷണൽ കോമ്പിറ്റൻസ്, അതായത് BPCS 185. അപ്പോൾ ആ ഒരു പേപ്പറുമായി ബന്ധപ്പെട്ട് ഇമോഷണൽ കോമ്പിറ്റൻസിൻ്റെ ഏതാനും പാഠഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ഭാഗമാണ്, അതായത് യൂണിറ്റ് 2. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ അന്ന് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് 2 കമ്പോണൻസാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ അന്ന് എടുത്തു പോകുന്ന ഭാഗങ്ങളെപ്പറ്റി ഒന്ന് പരാമർശിച്ച് വീണ്ടും തിരിച്ചു വരാം. യു സി ബ്രോഡ്ലി ഇമോഷണൽ ഇൻ്റലിജൻസ് ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് ഹാവിങ് 4 ഇൻ്റർ-റിലേറ്റഡ് കമ്പോണൻസ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത്, 4 ഇൻ്റർ-റിലേറ്റഡ് കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസിനെ പെർസീവിങ് ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്, മാനേജിങ് ഇമോഷൻസ്, യൂസിങ് ഇമോഷൻസ്, ഇങ്ങനെയാണ് തരംതിരിക്കാൻ പറ്റുക എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അതിൽ 2 ഫാക്ടേഴ്സ്, പെർസീവിങ് ഇമോഷൻസും അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് 3-ാമത്തെ പോയിൻ്റാണ്. അപ്പോൾ അതിലെ 3-ാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഏതൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലേ? അപ്പോൾ 3-ാമത്തെ ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ നോക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 3-ാമത്തേത് മാനേജിങ് ഇമോഷൻസാണ്. അപ്പോൾ ഇതിൽ ഇമോഷൻസിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കുക? അപ്പോൾ മാനേജിങ് ഇമോഷൻസ് എന്നതിലേക്ക് നമുക്ക് വിശദമായി കാര്യം ഇതെങ്ങനെയാണ് ഈ ഒരു ഇമോഷണൽ ലെവലിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക്, അത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പല വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഈ വ്യത്യസ്ത വൈകാരിക ഭാവങ്ങളെ നമുക്ക് ഓരോരോ സന്ദർഭോചിതമായിട്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇമോഷണൽ കോമ്പിറ്റൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസൃതമായി അതിനെ തന്മയത്വത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നത് തന്നെയാണ് ആ ഒരു മാനേജിങ് ഇമോഷൻസ് എന്നതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോഴേക്കും 3-ാമത്തത് ഏതാണ്? മാനേജിങ് ഇമോഷൻസ്, അല്ലേ? മാനേജിങ് ഇമോഷൻസ് നോക്കിക്കേതേ 3-ാമത്തേത് മാനേജിങ് ഇമോഷൻസ് എന്ന ഭാഗം. എന്താ അതിനകത്ത് പറയുന്നത്? വെൻ വൺ റെക്കഗ്നൈസസ് ദെയർ ഇമോഷൻസ് ക്വിക്ക്ലി ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദെയർ മീനിങ്, ഇറ്റ് ബിക്കംസ് റിലേറ്റീവ്ലി ഈസിയർ ഫോർ ദം ടു തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് റിഗാർഡിങ് ഹൗ ടു ചേഞ്ച് ദം. അപ്പോൾ ഇമോഷൻസിനെ നമുക്ക് എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ വൈകാരികമായിട്ട് വന്നു വിടുന്നു വളരെ പെട്ടെന്ന്, എന്നിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു, അതിൻ്റെ ആന്തരികാർത്ഥം എന്തെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് താരതമ്യേന അതിനെ വളരെ വേഗത്തിൽ അവയെ എന്ത് ചെയ്യാൻ സാധിക്കണം, അടുത്ത വഴി എന്താണ്, എങ്ങനെ അതിനെ നമുക്ക് നേരിടാം, അപ്പോൾ എങ്ങനെ ഈ നിലവിലുള്ള സിറ്റുവേഷൻ ചേഞ്ച് ചെയ്ത് നമ്മളുടെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം. സോ ദിസ് അപ്ലൈസ് ടു ദി സെൽഫ് ആസ് വെൽ ആസ് അതേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്നവരുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ടും ചെയ്യേണ്ട കാര്യം ആയിരിക്കും. റെക്കഗ്നൈസിങ് ദാറ്റ് വൺ ഈസ് ഫീലിംഗ് ഹൗ ആൻഡ് വാണ്ടിങ് ടു ചേഞ്ച് ദാറ്റ് ഇമോഷൻ മേ എൻകറേജ് വൺ ടു മേക്ക് പ്ലാൻസ് ടു ഗോ ഔട്ട് ഫോർ എ മൂവി ഓർ മീറ്റ് എ ഫ്രണ്ട് ദേ എൻജോയ് ടാക്കിംഗ് ഓർ ജസ്റ്റ് ടോക്ക് ടു ദ പേഴ്സൺ ഓവർ ഫോൺ. നോക്കിക്കുക, ഒരു സിറ്റുവേഷൻ വന്ന് പെടുകയാണ്, നമ്മൾ തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്ന കാര്യം, വൺ ഈസ് ഫീലിംഗ് ലോ ആൻഡ് വാണ്ടിങ് ടു ചേഞ്ച് ദ ഇമോഷൻ മേ എൻകറേജ് വൺ ടു മേക്ക് പ്ലാൻസ് ടു ഗോ ഔട്ട് ഫോർ എ മൂവി ഓർ മീറ്റ് എ ഫ്രണ്ട് ദേ എൻജോയ് ടോക്കിംഗ് ടു ഓർ ജസ്റ്റ് ടോക്ക് ടു ദി പേഴ്സൺ ഓവർ ഫോൺ.
അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വൈകാരികമായ ഒരു സന്ദർഭം നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങൾക്ക് അത് സന്തോഷകരമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങളോട് ഒത്തുകൂടി നിൽക്കുന്നവർ ആ ഒരു സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഫ്രണ്ടായാലും കൂടെ നിൽക്കുന്നവരാരായാലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്ലാൻ ചെയ്ത് നമുക്കൊന്ന് പുറത്തേക്ക് പോയൊരു സിനിമ കാണാം, അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകാം, അവനുമായിട്ട് സംസാരിക്കാം, അതല്ല എങ്കിൽ ഇപ്പോൾ ഫോണിൽ വിളിച്ച് ആരെങ്കിലും നമുക്ക് അടുപ്പമുള്ളവരുമായിട്ട് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴോ തീർച്ചയായിട്ടും ആ നിമിഷം നിങ്ങളിൽ വന്നു ചേരുന്ന ദേഷ്യഭാവമോ ഏത് ഇമോഷണൽ ആ ഒരു ഇതാണോ വരുന്നത്, അപ്പോൾ അതിനെ കുറച്ച് റെഡ്യൂസ് ചെയ്യുവാൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ഇത്തരം സാഹചര്യത്തെ ഉപയോഗിക്കാൻ സാധിക്കും. എ ഡിസയർ ടു റെഡ്യൂസ് വൺസ് ആങ്കർ മേ ആൾസോ ലീഡ് ടു ദ യൂസ് ഓഫ് ഡീപ്പ് ബ്രീത്തിങ് ആൻഡ് റിലാക്സേഷൻ സ്ട്രാറ്റജീസ് ടു കാം വൺ സെൽഫ് ഡൗൺ. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള സാന്ദർഭികമായ അവസരോചിതമായിട്ട് ഇങ്ങനെ അവിചാരിതമായി വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആ ദേഷ്യം എന്താണോ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് നൽകുന്നതാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെസ്സിനെ ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങൾക്ക് ദീർഘശ്വാസം എടുത്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യുവാനുള്ള സ്ട്രാറ്റജി ഇതൊക്കെ ആ വ്യക്തിയിൽ തന്നെ വന്ന് ഭവിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. സിമിലർ ടൂൾസ് മേ ബി യൂസ്ഡ് ടു ഹെൽപ്പ് ചേഞ്ച് ഇമോഷൻസ് ഇൻ അതേഴ്സും ആസ് വെൽ. അതായത് നിങ്ങളിൽ ഉണ്ടാകുന്ന വൈകാരിക ഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ തന്നെ പല ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളോടൊപ്പം കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ഇത്തരത്തിലുള്ള വൈകാരിക ഭാവങ്ങൾ വന്നുപെടുമ്പോൾ, ദേഷ്യമാവാം, സങ്കടമാവാം, അല്ലാത്ത വിഷമമാവാം, സ്ട്രെസ്സാവാം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നുപെടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അപ്പോഴത്തെ മൂഡിനെ മാറ്റിയെടുക്കാനായിട്ട്, അവരുടെ ഇമോഷനെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുവാൻ നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സേയിങ് സോറി ഓർ അപ്പോളജൈസിങ് ടു ആൻ ആംഗ്രി ഫ്രണ്ട് മേ റെഡ്യൂസ് ആങ്കർ ഓർ സാഡ്നെസ്. ഇപ്പോൾ ഒരു വ്യക്തി അയാളോട് നിങ്ങൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും തരത്തിലൊരു വാക്കുകൊണ്ട് അയാൾക്ക് വിഷമമുണ്ടായെന്ന് തോന്നിയാലോ നിങ്ങൾ തിരിച്ച് അയാളോടൊരു സോറി പറയുക, അല്ലെങ്കിൽ ഒരു ക്ഷമ ചോദിച്ചാലോ ആ മനുഷ്യനിൽ വന്നുപെടുന്ന ആങ്കർ അതിൻ്റെ ആ ഒരു കാഠിന്യം അതൊരു പക്ഷേ റെഡ്യൂസ് ചെയ്യൂലേ, അയാൾക്ക് തോന്നിയ ആ ഒരു സാഡ്നെസ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ലേ. അതാണ് ലിസണിങ് ടു എ സിബ്ലിംഗ് ഹൂ ഈസ് ഫീലിംഗ് സാഡ് മേ ഇംപ്രൂവ് ദെയർ മൂഡ്. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സിബ്ലിങ്, അവൻ്റെ വാക്കുകളെ ഒന്ന് കേൾക്കാൻ നിങ്ങൾ അവനൊന്ന് മനസ്സ് കൊടുക്കുകയോ അവനോ അവളെ ആവട്ടെ, സിബ്ലിങ്ങിനെ അവർ പറയുന്നത് കേൾക്കാൻ നിങ്ങളൊന്ന് അടുത്ത് നിന്നുകൊണ്ട് അവരുടെ ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചൊന്ന് സംസാരിക്കാൻ തുനിയുകയാണെങ്കിൽ ആ ഒരു അവരുടേതായ ഫീലിംഗ് ഓഫ് സാഡ് അതെന്ത് ചെയ്യാം, ദാറ്റ് മേ ഇംപ്രൂവ് ദെയർ മൂഡ്, അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥയെ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കും. ദി ഫോളോവിങ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പേഴ്സൺസ് എക്സ് ആൻഡ് വൈ മേ ഹെൽപ്പ് ടു ക്ലാരിഫൈ ഹൗ ദിസ് സ്കിൽ ഈസ് ഒബ്സർവബിൾ. അപ്പോൾ ഈ ഒരു സ്കില്ല് മറ്റുള്ളവർക്ക് മനസ്സിലുണ്ടാകുന്ന ഇമോഷണൽ ഫീലിങ്സ്, നമ്മളിൽ വന്നു പതിക്കുന്ന ഇമോഷണൽ ഫീലിങ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിനെ കുറക്കുവാനായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നവരുടെ ഇടപെടൽ എത്രത്തോളം സഹായകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അതിനുള്ള സ്കില്ല് അത് നാം ഒബ്സർവ് ചെയ്യേണ്ടത് തന്നെയാണ്. ദ ഫോളോവിങ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പേഴ്സൺസ് എക്സ് ആൻഡ് വൈ. ഇവിടുത്തെ പേഴ്സൺസ് എക്സാമ്പിളായിട്ട് എക്സിനെയും വൈനെയും എടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് എക്സ് ആൻഡ് വൈ പേഴ്സൺസ് മേ ഹെൽപ്പ് ടു ക്ലാരിഫൈ ഹൗ ദിസ് സ്കിൽ ഈസ് ഒബ്സർവബിൾ. അല്ല, എക്സാമ്പിൾ ഒന്നിലേ പറയുന്നുണ്ട്. എക്സ് അയാളൊരു ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് പേഷ്യൻസ്, ക്ഷമയുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ റെസ്ട്രൈൻഡ് വെൻ മീറ്റിംഗ് ബിക്കംസ് ഹീറ്റഡ്. അപ്പോൾ അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് ബിക്കംസ് ഹീറ്റഡ്, അതായത് എന്തെങ്കിലും കൂട്ടുകൂടുമ്പോഴേക്കും ഭയങ്കരമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ എക്സ് അതിൽ നിന്നെല്ലാം ഇമോഷണലായിട്ട് എന്ത് ചെയ്യും, ഇമോഷണലി ചാർജ്ഡ്, അയാൾ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാൻ ശ്രമിക്കും, റെസ്ട്രെയിൻ ചെയ്യാൻ, ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. വൈൽ അതേഴ്സ് ആർ ഷൗട്ടിങ് ആൻഡ് കോളിങ് അതേഴ്സ് നെയിംസ് അറൗണ്ട് ഹർ. അപ്പോൾ മറ്റുള്ള കൂടെയുള്ളവരൊക്കെ ആണെങ്കിൽ ബഹളം വെച്ച് മറ്റുള്ളവരെ ചീത്ത വിളിച്ച് അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ ഷീ റെസ്പോൺസ് ബൈ ലിസണിങ് കെയർഫുള്ളി. ഈ എക്സ് എന്ന വ്യക്തി അത് പെണ്ണാണ്. അപ്പോൾ പെണ്ണായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അവരെന്താ ചെയ്യണേ, വളരെ ശ്രദ്ധയോടുകൂടി കൂടെയുള്ളവരെന്താണോ പറയുന്നത് ശ്രദ്ധാപൂർവം വീക്ഷിച്ചിട്ട് മാത്രം വളരെ
റെസ്പോണ്ടിങ് വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അത് ആദ്യം മുതൽ അവസാനം വരെ. ആൻഡ് റെസ്പോണ്ടിങ് വിത്ത് വെൽ തോട്ട് ഔട്ട് പോയിൻറ്റ്സ് റാദർ ദാൻ റിയാക്ടിങ് ഇമ്പൾസീവ്ലി. അനാവശ്യമായിട്ട് എന്ത് ചെയ്യാതെ, അനാവശ്യമായിട്ട് റിയാക്ട് ചെയ്ത് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് മാത്രം അയാൾ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി മറ്റൊരാളുണ്ട്, 2 എന്ന എക്സാമ്പിളിൽ വൈ എന്ന വ്യക്തി. വൈ കാൾസ് വൈ കാൾസ് ഇൻസെൻ്റലി വെൻ ഐ ഡോണ്ട് ആൻസർ ദ ഫസ്റ്റ് ടൈം ഹീ കോൾസ്. അപ്പോൾ വൈ കോൾസ് ഇൻസെൻ്റലി വെൻ ഐ ഡോണ്ട് ആൻസർ. അതായത് നിരന്തരമായിട്ട് വൈ എന്ത് ചെയ്യുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ആൻസർ ചെയ്തില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ആൻസർ ചെയ്തില്ല, വീണ്ടും അയാൾ എന്ത് ചെയ്തു, വീണ്ടും വിളിക്കുന്നു. ഹീ റിയാക്ട് ഔട്ട് ഓഫ് പാനിക് ആൻഡ് അസ്യൂംസ് ദ വേഴ്സ്. അപ്പോൾ 2 തവണ 3 തവണയൊക്കെ വിളിച്ചിട്ടും ഞാൻ ആൻസർ ചെയ്യാതെ വന്നപ്പോൾ വൈ എന്ന വ്യക്തി എന്നോട് വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അയാളുടെ ആ ഒരു റിയാക്ഷൻ വളരെ പാനിക്കായിരുന്നു, അതുപോലെ തന്നെ വളരെ മോശമായിരുന്നു. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചെന്താ, ആൻസർ ചെയ്യാതെ കോൾ വിളിച്ചിട്ട് ആൻസർ ചെയ്തില്ല എന്നുള്ളതല്ലേ കുറ്റം. സോ അൺആൻസേർഡ് കാൾസ്, ആൻസർ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഓഫൺ അക്കമ്പനിഡ് ബൈ അക്യൂസേറ്ററി മെസ്സേജസ് ആൻഡ് റാൻസ് ദാറ്റ് ഹീ ലേറ്റർ റിഗ്രറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു തവണ വിളിച്ചിട്ട് ആൻസർ ചെയ്തില്ല, രണ്ടാമത് വിളിച്ചു ആൻസർ ചെയ്തില്ല എന്ന കാരണത്താൽ പിന്നീട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇടയാകുമ്പോഴേക്കും ആ ഫോൺ ആരെയാണോ വിളിച്ചത് അയാൾ ആൻസർ ചെയ്തില്ല എന്ന കാരണം പറഞ്ഞ് അയാളുടെ മേലെ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് പിന്നീട് 2 പേരും തമ്മിൽ വാക്കുതർക്കമായി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകും. അതിനെക്കുറിച്ച് പിന്നെ ഓർത്ത് പശ്ചാത്തപിക്കും, റിഗ്രറ്റ് ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവാം. അപ്പോൾ ഈ 2 എക്സാമ്പിൾ ഒന്ന് എടുത്തേ. ഇൻ ദ above examples we can see that we can better manage the emotions either in ourselves or in others. അതായത് നമ്മളിൽ വന്നു ചേരുന്ന വൈകാരിക തലങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റീസ് മറ്റുള്ളവരിലേക്ക് വന്നു ചേരുന്ന ഇൻറ്റൻസിറ്റീസും, അപ്പോൾ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നാം അതിനെ വിലയിരുത്തുകയാണെങ്കിൽ ദേഷ്യഭാവം ഇല്ലാതെ നമുക്കതിനെ ഇമോഷനെ നമുക്ക് ആ സിറ്റുവേഷനാണ് നമുക്ക് ഇമോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ. അപ്പോൾ നാം സ്വയം അവെയറായിരിക്കുക ഇമോഷനെക്കുറിച്ച്, മറ്റുള്ളവരിലേക്കും നമ്മൾ അവെയറാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അനാവശ്യമായ വാക്കുകൾ കൊണ്ട് അസഭ്യം പറഞ്ഞ് അവിടെ അത് വളരെ വഷളാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷനെ മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതാണ്. ഇത് എന്തെങ്കിലും കാള പെറ്റ് കയറെടുത്തോന്നും പറയുന്ന രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാവരും. എന്തെങ്കിലും ചെറിയ കാര്യം കേട്ടാൽ മതി, ആ കേൾക്കുന്നതിനെ പറ്റി അപ്പുറവും ഇപ്പുറവും മുൻപിൻ ചിന്തിക്കാതെ തന്നെ അതിനെക്കുറിച്ച് റെസ്പോൺസ് കൊടുക്കും. അനാവശ്യമായ വാക്കുതർക്കമുണ്ടാകും, അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്ന അവസ്ഥയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻസിനെ തിരിച്ചറിയുക, എന്താ പറഞ്ഞത്, എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് ബോധപൂർവം അതിനെ കേൾക്കാൻ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ വാക്കുകളെ ശ്രവിക്കുക. എന്നിട്ട് മാത്രം നാം എന്ത് ചെയ്യാൻ തിരിച്ച് ആൻസർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം അതിന് ആൻസർ ചെയ്യുക. അതല്ലാതെ ആവശ്യമില്ലാത്ത ഇടത്ത് സംസാരിക്കാനായിട്ട് നിൽക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷനെയും മറ്റുള്ളവരുടെ ഇമോഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി 4ാമത്തെ ഫാക്ടർ ഏതാണ്, യൂസിങ് ഇമോഷൻസ് എന്നതാണ്. അതായത് വൺസ് ഒരാളുടെ ഇമോഷനെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള എബിലിറ്റി, അത് തീർച്ചയായിട്ടും ഈ മാനേജിങ് ഇമോഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദ എബിലിറ്റി ടു യൂസ് വൺസ് ഇമോഷൻസ് ഈസ് മോർ ദാൻ ജസ്റ്റ് ഡീലിംഗ് വിത്ത് ഓർ മാനേജിങ് ഇമോഷൻസ്. അതായത് ഒരാളുടെ വൈകാരിക തലങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള എബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും അത് ഒരാളുടെ വൈകാരിക തലങ്ങളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതിനോട് തത്തുല്യമായി നിലകൊള്ളുന്നത് എന്നത് അതിനേക്കാളും ഉപരിയാണ് എന്ന് പറയാം. അപ്പോൾ ഇതിനൊരു കപ്പാസിറ്റി ഉണ്ടാവണം അല്ലേ. എന്തിന്, ഈ ഇമോഷൻസ്, അതായത് ചിരിയാവാം, ദുഃഖമാവാം, ഒരുപാട് സങ്കടം എന്ന രീതിയിൽ. അപ്പോൾ വൈകാരിക തലങ്ങൾ പലതാണ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ സ്കിൽ ഓഫ് ലെവറേജിങ് ഇമോഷൻസ് ടു എൻഹാൻസ് അവർ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്
ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ ഈ ഇമോഷനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള ആശയം എന്താണ്? നമുക്ക് നമ്മളിൽ തന്നെ വന്നു ചേരേണ്ടതായ ചില കഴിവുകളെയാണ്. അതായത് അതാത് സന്ദർഭങ്ങളിൽ നമ്മളിൽ വന്ന് അടിയുന്ന ഇമോഷൻസ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ ഉചിതമായ ഡിസിഷൻ എടുക്കുവാനും ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു സ്കില്ലാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ എടുക്കുക. കൺസീലിംഗ് വൺസ് നെർവസ്നെസ് അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ് ബൈ യൂസിങ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഹാൻഡ് ജസ്റ്റേഴ്സ് ടു ഷോ എക്സൈറ്റ്മെൻറ്റ് ഇൻസ്റ്റഡ് സോ ദാറ്റ് ദ ഓഡിയൻസ് ഈസ് മോർ എൻഗേജ്ഡ്. അതായത് ഒരു കാര്യമാണ്, നമ്മൾ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ആ ഓഡിയൻസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴേക്കും പൊതുവേദിയിൽ സംസാരിക്കുന്നതിന് എനിക്ക് ചില മടിയുണ്ട്. ആളുകളെ നോക്കിക്കൊണ്ട് കുറേ ആൾക്കാരുടെ മുന്നിൽ നിന്നും സംസാരിക്കാനുള്ളൊരു മടി, അതായത് സഭാകമ്പം. അപ്പോൾ നാം എന്ത് ചെയ്യും? നാം അവിടെ നിന്നുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് നമ്മളുടേതായ ചില ബോഡി ലാംഗ്വേജസും അതുപോലെ കൈ ഉയർത്തി പിടിച്ചുള്ള ജസ്റ്റേഴ്സുമൊക്കെ അവിടെ പ്രകടമാക്കുകയാണ്. എന്നാൽ അവിടെ അങ്ങനെ പ്രകടമാക്കുമ്പോഴേക്കും അതൊരു എക്സൈറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കുന്നത്. ആ ഒരു എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, എൻ്റെ ഈ കൈയും കാലും ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം കാണിക്കണം എന്നുള്ള തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് അവിടെ കൂടിയിരിക്കുന്നവരിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴോ സോ ദാറ്റ് ദ ഓഡിയൻസ് ഈസ് മോർ എൻഗേജ്ഡ്. അപ്പോൾ ഓഡിയൻസ് ഈ കൈയും കാലും കാണിച്ചുള്ള പ്രകടനമാണ്, പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുന്നില്ല, നെർവസായിട്ട് നിൽക്കുന്നതായിട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. അപ്പോൾ ആൾക്കാർ കൂടുതൽ ചിന്തിക്കാൻ തോന്നും. സോ ചാനലൈസിങ് ആങ്കർ അറ്റ് പെർസീവ്ഡ് ഇൻജസ്റ്റിസ് ടുവേർഡ്സ് ഫൈറ്റിംഗ് ഫോർ one's legitimate rights is another example of using emotions and has been used extensively to bring about social changes and reforms for centuries. അപ്പോൾ ചാനലൈസിങ് ആങ്കർ അറ്റ് പെർസീവ്ഡ് ഇൻജസ്റ്റിസ്, അതായത് നമ്മളിലുണ്ടാവുന്ന ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ആങ്കർ, അതിനെ ചാനലൈസ് ചെയ്യുന്നു. എന്ത് ചെയ്യാൻ? ഇൻജസ്റ്റിസിനെ പെർസീവ് ചെയ്യാൻ, ന്യായമല്ലാത്തൊരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തെ നമ്മൾ ചാനലൈസ് ചെയ്ത് എന്തിലേക്ക് വിടുന്നു? ടുവേർഡ്സ് ഫൈറ്റിംഗ് വൺസ് ലെജിറ്റിമേറ്റ് റൈറ്റ്. ഒരാളുടെ നീതിപരമായ ന്യായപരമായ ആ അവകാശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഫൈറ്റ് ചെയ്ത് തൻ്റേതായ ദേഷ്യത്തെ ചാനലൈസ് ചെയ്ത് വിടുക എന്ന് പറയുമ്പോഴേക്കും അത് യഥാർത്ഥത്തിൽ എന്തിനു പകരം ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ്. അതായത് ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് യൂസിങ് ഇമോഷൻസ് ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ചസ് ആൻഡ് റിഫോംസ് ഫോർ സെഞ്ച്വറീസ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള എക്സാമ്പിളുമായിട്ട് ഉയർത്തി വരുന്ന വൈകാരിക തലങ്ങളെ ദേഷ്യഭാവത്തോടുകൂടി അടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളവരുടേതായ അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ന്യായീകരണവാദവുമായി ചാനലൈസ് ചെയ്ത് വന്നിരിക്കുന്ന കഥകളെല്ലാം പണ്ടുകാലം മുതലേ ഇവിടെ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. സോ the capacity to use emotions that is illustrated by the following descriptions. അപ്പോൾ കപ്പാസിറ്റി, ഇമോഷൻസിനെ യൂസ് ചെയ്യാനായിട്ടുള്ള ശേഷി, അതിനെ പറ്റുന്ന എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നത് എക്സിനെ തന്നെയാണ്. എക്സിന് വളരെയധികം കപ്പാസിറ്റി ഉണ്ട്. കൂടുതൽ കാര്യങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്യുവാനും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള കപ്പാസിറ്റിയാണ് എക്സിന് ഉള്ളത്. അവിടെ എക്സ് പ്രകടമാക്കുന്നത് ലോട്ട് ഓഫ് എമ്പതി, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കണക്റ്റ് ചെയ്യുവാനുള്ള ശേഷിയും പറയുന്നുണ്ട്. എക്സ് ഷോസ് എ ലോട്ട് ഓഫ് എമ്പതി ആൻഡ് കണക്റ്റ് വെരി ക്വിക്ക്ലി വിത്ത് പീപ്പിൾ ഈവൻ വെൻ ഷീ ഡസ് നോട്ട് ലൈക്ക് സം വൺ. ഇപ്പോൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും ഷീ ഫൈൻഡ്സ് എ വേ ടു ബി കോഡിയൽ ആൻഡ് പ്രൊഫഷണൽ വിത്ത് ദം സോ ദാറ്റ് ടാസ്ക് സക്സീഡ്. അപ്പോൾ എന്താണോ അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള തരത്തിലാണ് അവളുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ടാസ്ക് വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇനി എക്സാമ്പിൾ 2 നോക്ക്. വൈ എങ്ങനെയാണ്? മിസ്ട്രസ്റ്റിംഗ് ആൻഡ് ദിസ് ഷോസ് വെൻ വി ഇൻ്ററാക്ട് വിത്ത് ഹെർ. അതായത് മിസ്ട്രസ്റ്റിംഗ് ആണ്, അതായത് വിശ്വാസമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രകടമാകുമ്പോൾ മറ്റുള്ളവരിലേക്ക് എന്ത് കൊടുക്കുന്നില്ല, അത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ആൻഡ് ഷോസ് വെൻ വി ഇൻ്ററാക്ട് വിത്ത് ഹെർ. കാരണം നമ്മൾ ഈ വൈ എന്ന വ്യക്തിയുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന കാര്യവും അതാണ്. എന്തില്ല എന്നുള്ളത്? അവിടെ ഒരു വിശ്വാസം ഇല്ല എന്നുള്ള തരത്തിലാണുള്ള സംസാരം.
and it does not like to including new friends in the group and is very possessive about us. അപ്പോൾ എങ്ങനെയുള്ള ആളാണ്? മിസ്ട്രസ്റ്റിംഗ് ആണ്. വൈയുടെ കൂട്ടത്തിൽ മറ്റു വ്യക്തികളെ കൂടെ കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന രീതിയിൽ തീർച്ചയായിട്ടും അവൾക്ക് ചുറ്റും നിൽക്കുന്നവരെ സംബന്ധിച്ച് അവൾ എന്തായിരിക്കും? ഇറ്റ് ക്യാൻ സംടൈംസ് ബി സഫോക്കേറ്റിംഗ് ടു ബി എറൗണ്ട് ഹർ. അവൾക്ക് ചുറ്റിനുമുള്ളവർക്ക് സംബന്ധിച്ച് അവളെ എങ്ങനെയായിരിക്കും? വളരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിലും ഈ മുകളിൽ പറഞ്ഞ നാം എടുക്കുമ്പോഴേക്കും അവിടെ രണ്ട് അറ്റ്മോസ്ഫിയറാണ് നിലനിൽക്കുന്നത്. ഒരാൾ കൂടെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തുന്നു, ഒരാൾ കൂട്ടത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രദ്ധിക്കുന്നു, അയാളോട് കൂടുതൽ ഇൻ്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ എക്സാമ്പിളിൽ എന്താ പറയുക? പീപ്പിൾ ഡു നോട്ട് ഷെയർ ഐഡൻറ്റിക്കൽ എബിലിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദ എബോവ് ഡൊമൈൻസ്. ഈ രണ്ട് തലത്തിലും രണ്ട് വ്യക്തികൾ ഒരേപോലെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല? എബിലിറ്റി, തൻ്റേതായ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനോ തന്നിലേക്ക് അടുപ്പിക്കുവാനോ ഒരുപോലെ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി അവരിൽ ഡിഫറൻ്റാണ്. സോ വൺ മേ ബി ഗുഡ്, ഒരാൾ നന്നായിരിക്കുന്നു അറ്റ് കൺട്രോളിങ് ദെയർ ഓൺ ആങ്കർ, അല്ലേ? അങ്ങനെയല്ലേ? ഒരാളുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ ഒരാൾ നന്നായി ശ്രദ്ധിക്കുന്നു, അയാൾ അതിനനുസരിച്ച് പെരുമാറുന്നു. ബട്ട് നോട്ട് ഹാവ് ദ സ്കിൽസ് ടു കാം അനദർ ആംഗ്രി പേഴ്സൺ. എന്നാലോ എന്തില്ല? തന്നെ നേരെ ദേഷ്യപ്പെടുന്ന മറ്റൊരു വ്യക്തിയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അയാളെ കൂടി പരുവപ്പെടുത്തിയെടുക്കുവാനുള്ള ശേഷി ഇയാൾക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സിമിലർലി വൺ മേ റെക്കഗ്നൈസ് ഓൺ സാഡ്നെസ് ബട്ട് നോട്ട് പൊസസ് വെൽ ഡെവലപ്ഡ് സ്ട്രാറ്റജീസ്. എന്നാലോ ഒരാളിവിടെ സാഡ്നെസ്, തൻ്റെ സ്വന്തം ആ ഒരു വിഷമാവസ്ഥയൊക്കെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ എന്നാൽ സ്വന്തം കയ്യിൽ വേണ്ടത്ര തോതിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി ഇതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇല്ല. അപ്പോൾ ആ മൂഡിനെ അല്ലെങ്കിൽ ആ സാഡ്നെസ്സിനെ മാനേജ് ചെയ്യുവാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി തൻ്റെ പക്കലില്ലാതെയും വരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? സന്ദർഭോചിതമായിട്ട് വ്യക്തികൾ വരുന്ന വൈകാരിക ഭാവങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സ്കിൽസ് അതാണ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. സോ ഡെവലപ്പിംഗ് ദി സ്കിൽസ് ഈസ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ് ആൻഡ് സംടൈംസ് റിക്വയേഴ്സ് സ്ട്രക്ചേർഡ് കോച്ചിങ് ആൻഡ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഇത്തരം സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തികച്ചും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നതാവാം. ചില സന്ദർഭങ്ങളിൽ അതിന് അത്യാവശ്യം ചില കോച്ചിങ് എന്ന രീതിയിൽ വേണ്ടി വരാം. അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസും എല്ലാം തന്നെ അതിനകത്തേക്ക് വേണ്ടി വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടാണ് ഇവിടം കൊണ്ട് തീരുകയാണ്. ഓക്കെ, സോ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ലിസ്റ്റ് 4 കമ്പോണൻറ്റ്സ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കിൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആൻഡ് മാനേജിങ് ഇമോഷൻസ് അത് ഞാൻ തന്നു കഴിഞ്ഞു. ഇമോഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനുള്ള സ്കിൽസും മാനേജ് ചെയ്യുന്നതിനുള്ള സ്കിൽസും അത് ആ കമ്പോണൻസ് എന്ന രീതിയിൽ തന്നിരിക്കുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കമ്പോണൻസ്, അപ്പോൾ കമ്പോണൻസിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ സാധിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ കമ്പോണൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുക. അടുത്ത ചോദ്യമുണ്ട്. അമിഷ് ഈസ് എ വെരി ഗുഡ് നെഗോഷിയേറ്റർ. ഹി ഓഫൺ ഡിസ്പ്ലേസ് ഹൈ അസർട്ടീവ്നെസ് ടു ഇൻക്രീസ് പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ഹിംസെൽഫ് even though he does not consider himself as an assertive person on a whole. This is an example of a component of ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു എക്സാമ്പിളുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു പ്രസ്താവനയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുക? ഓഫൺ ഡിസ്പ്ലേസ് ഹൈ അസർട്ടീവ്നെസ് ആണ്. ആ അസർട്ടീവ്നെസ് നമ്മൾ കമ്പോണൻസ് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന് പറഞ്ഞു. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കമ്പോണൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ നമ്മൾ എക്സാമ്പിൾ എടുത്തില്ലേ? ആ 2 എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്തി അതിൻ്റെ ആ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കിൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആൻഡ് മാനേജിങ് ഇമോഷൻസ് അതും പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ആ ഇമോഷണൽ കമ്പോണൻസ് എന്ന ഭാഗം നന്നായിട്ട് പഠിച്ചാൽ ഈ സൈഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു സെഷൻ അധികം താമസിയാതെ തന്നെ തരാം. ഡിസംബറിൽ എക്സാം എഴുതുന്ന ആ ഒരു കാലയളവ് ഇങ്ങോട്ട് അടുത്ത് വരുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ സെഷൻ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരൊന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ഓക്കേ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ആൾ.